ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സാം എഴുതുന്ന സമയത്ത് ഭയങ്കരമായി യൂസ്ഫുൾ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മക്കൾ എങ്ങനെയാണ് എക്സാം എഴുതേണ്ടതെന്നുള്ളതാണ്. നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നും റിവിഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും മറ്റു കാര്യങ്ങളെല്ലാം നമ്മളോട് എല്ലാവരും പറഞ്ഞു തരുന്ന കാര്യമാണ്. പക്ഷേ എക്സാം എങ്ങനെയാണ് എഴുതേണ്ടത്, ആ ഒരു എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അഥവാ നമ്മുടെ ആൻസർ ഷീറ്റിൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്നൊരു കാര്യമാണ്. അതിൽ നമ്മൾ വല്ലാതെ ആലോചിക്കാറുമില്ല. ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്ന അത്ര പോലും നമ്മൾ ആലോചിക്കാത്ത കാര്യമാണ്. ആ പഠിച്ച കാര്യങ്ങൾ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറിൻ്റെ പരീക്ഷ പേപ്പറിലേക്ക് നമ്മൾ എങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് എഴുതണം എന്നുള്ളത്. സോ ആ കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ട് മക്കൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും നിർബന്ധമായിട്ടും കാണണം കേട്ടോ. സോ നമ്മൾ എക്സാം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ തരും. ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ കൂൾ ഓഫ് ടൈം ഉണ്ട്. ശരിക്കും അത് കേൾക്കുന്ന സമയത്ത് കൂൾ ഓഫ് ടൈം ഒക്കെ ആണെങ്കിലും നമ്മുടെ മുമ്പിൽ അത് ഒരു ഹോട്ട് ഓഫ് ടൈം ആയിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത്. ഓരോ ക്വസ്റ്റ്യൻസുകളും നമ്മൾ വായിക്കുന്നു, നമ്മുടെ ടെൻഷൻ കൂടുന്നു, നമ്മുടെ പ്രഷർ കൂടുന്നു, ഭയങ്കരമായിട്ട് നമ്മൾ പ്രഷർ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ആ കൂൾ ഓഫ് ടൈമിനെ നിങ്ങൾ കൂളാക്കാൻ വേണ്ടി ഉപയോഗിക്കണം. എങ്ങനെയെന്നല്ലേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുന്നു. ഈ കൊല്ലത്തെ പാറ്റേൺ അറിയാലോ, എന്തായാലും ഡിഫറൻസ് ആയിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു ചോദ്യം നിങ്ങൾ അവിടെ പ്രതീക്ഷിക്കുകയേ വേണ്ട. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ചോദ്യമേ അവിടെ ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം വായിക്കുന്നു. മേ ബി നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാത്ത ചോദ്യമായിരിക്കും, സ്കിപ്പ് ഇറ്റ്. രണ്ടാമത്തെ ചോദ്യം വായിക്കുന്നു, എനിക്ക് എന്തൊക്കെയോ കുറച്ചൊക്കെ അറിയാം. മൂന്നാമത്തെ ചോദ്യം വായിക്കുന്നു, അതും കുറച്ചൊക്കെ അറിയാം. അങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ മാക്സിമം വേണ്ടി വരുന്ന സമയത്തായിരിക്കും ഒരു 5 to 7 minutes പോരെ, അത് ധാരാളമായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള സമയം നമ്മൾ എന്താ ചെയ്യാറുള്ളത്? പല ആളുകളും നമുക്ക് അറിയാത്ത, ഇപ്പം നമ്മുടെ ഒരു ഉദാഹരണത്തിന് മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഒരു ഉത്തരവും അറിയില്ല, എന്താണെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ നേരെ ഇപ്പുറത്തേക്കൊക്കെ തിരിഞ്ഞു നോക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊന്നും ചെയ്യാൻ നിൽക്കരുത് മക്കളെ. നിങ്ങൾ പകരം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കുറേ ചോദ്യങ്ങൾ അവിടെ കണ്ടില്ലേ നിങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ മനസ്സിൽ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കാം. അടിപൊളിയായിട്ട് നിങ്ങൾ സെറ്റാക്കിയിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ എങ്ങനെയൊക്കെ എഴുതണം, അതിന് ഏത് ഹെഡിങ് എഴുതണം, അതിൻ്റെ പോയിന്റ്സുകൾ എത്ര ഉണ്ടാവണം, അത് കൃത്യമായിട്ടൊന്ന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കാം. അടുത്ത 7 മിനിറ്റ് സമയം അല്ലെങ്കിൽ 8 മിനിറ്റ് സമയം നിങ്ങൾ അതിനു വേണ്ടി യൂസ് ചെയ്താൽ മതി. അല്ലാതെ എന്ത് ചെയ്യേണ്ട, അറിയാത്ത ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. എന്നിട്ട് നമ്മുടെ മുമ്പിൽ ആൻസർ ഷീറ്റ് തരുന്നു. ടീച്ചർ എന്ത് ചെയ്യുന്നു, നമ്മളോട് എക്സാം എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു. നമ്മൾ നേരെ എഴുത്ത് തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഒരാളും നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഓർഡറിൽ തന്നെ എഴുതണം എന്നുള്ളത്. 1 2 3 4 അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ ഉത്തരങ്ങൾ അങ്ങ് എഴുതി തുടങ്ങിക്കോ. എന്ത് വന്നാലും ക്രിസ്മസ് എക്സാം വരെ നിങ്ങൾ ഡീറ്റെയിൽ ചെയ്ത് പഠിച്ച മക്കളാണ്, അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത മക്കളാണ്, സൈലത്തിൻ്റെയും അതുപോലെ തന്നെ സ്കൂളിലെയും ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ട മക്കളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ടൊക്കെ എഴുതാൻ അവിടെ പറ്റും. ഏകദേശം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എഴുതാനുള്ള ഒരു കോണ്ടന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ അതിനെ പെർഫെക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതുന്ന ഉത്തരം എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എഴുതുന്നത് വിചാരിക്കാം. ഞാനിവിടെ സൈഡിൽ 14 എന്ന് എഴുതി. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ആദ്യം ഒരു 3 മാർക്ക് മുതലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും, ഒരു 3-4 മാർക്ക് മുതലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഹെഡിങ് ഉണ്ടായിരിക്കാം. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ ഫങ്ഷൻസ് ഓഫ് RBI അഥവാ റിസർവ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ, നമ്മൾ ആദ്യം തന്നെ എഴുതി വെക്കുന്നു ഫങ്ഷൻസ് ഓഫ് RBI അഥവാ റിസർവ് ബാങ്ക് എന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ എഴുതി വെക്കുന്നു, ഒരു അണ്ടർലൈൻ ഇടുന്നു. ഈ ഹെഡിങ് നിങ്ങൾ പുറത്ത് എവിടുന്നും എടുത്തൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉണ്ടായിരിക്കും ഡിസ്ക്രൈബ് അല്ലെങ്കിൽ മെൻഷൻ ദ ഫങ്ഷൻസ് ഓഫ് RBI എന്ന് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. സോ അതിൽ മെൻഷൻ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എന്നുള്ള വേർഡ് അങ്ങോട്ട് ഒഴിവാക്കി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും ഫങ്ഷൻസ് ഓഫ് RBI ആണ് അത് വേണ്ടത് എന്നുള്ളത്. അത് എഴുതിയ ശേഷം നമുക്ക് അത് ഒന്നാമത്തെ ഫംഗ്ഷൻ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇഷ്യൂയിങ് ഓഫ് കറൻസി അഥവാ നോട്ട് അച്ചടിച്ചിറക്കൽ എന്നുള്ള. നമ്മൾ എന്ത് ചെയ്തു, 1, രണ്ടാമത്തേത് ഏതാണ്, മൂന്നാമത്തേത് ഏതാണ്, നാലാമത്തെ ഏതാ, അഞ്ചാമത്തെ, അങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് നമ്മൾ ഓർഡറിൽ താഴോട്ട് എഴുതി. പരീക്ഷയ്ക്ക് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് ഈ 5 പോയിന്റുകൾ മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ? ഡാം ഷുവർ കിട്ടൂല. അതിനുവേണ്ടി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നേരെ ഇത് കഴിഞ്ഞ ശേഷം വീണ്ടും അടുത്തതായിട്ട് തൊട്ട് താഴെ വീണ്ടും അടുത്ത 1 എന്ന് എഴുതുന്നു. എന്നിട്ട് ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള പ്രിന്റിംഗ് ഓഫ് കറൻസി എന്നുള്ളത് നമ്മളിവിടെ എഴുതി വെക്കുന്നു. എന്നിട്ട് അതിന് അണ്ടർലൈൻ ചെയ്തിട്ട് അതെന്താണെന്ന് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം കോണ്ടന്റ് ഉള്ളതുപോലെ ടീച്ചറിന് ആ പേപ്പറിൽ ഫീൽ ചെയ്യുന്നുള്ളത്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായ ഹെഡിങ്ങുകൾ എഴുതിക്കൊണ്ട്, സബ് ഹെഡിങ്ങുകൾ എഴുതിക്കൊണ്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ പേപ്പർ അത്യാവശ്യം വൃത്തി ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം അതിന് വൃത്തിയാക്കാനുള്ള മാറ്റർ എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്തു, ഉദാഹരണത്തിന് ഒരു 15ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി,
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം ഫോർ എക്സാമ്പിൾ. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, 17ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നതും 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ തൊട്ട് ഒപ്പം തന്നെ എഴുതുന്നതിന് അപ്പുറമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എങ്ങനെ വെച്ചാൽ ഒരിത്തിരി താഴോട്ട് എഴുതിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു ലൈന് വരച്ചേക്കാം. നിങ്ങളുടെ കയ്യിലൊക്കെ പെൻസിൽ ഉണ്ടാവില്ല മക്കളെ, ആ പെൻസിൽ എടുത്തെടുത്താൽ ഇങ്ങനെ ഒരു വര വരച്ചാൽ മതി. ഇങ്ങനെ ഒരു വര വരച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ 17ാമത്തേന് ഉത്തരം എഴുതി അടുത്തായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈന് വരച്ചാൽ ടീച്ചറിന് പേപ്പർ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഈസി ആയിരിക്കും ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. രണ്ടാമത്തെ ചില ആളുകളുടെ ഒരു പ്രശ്നം വരുന്നതാണ് ചെരിഞ്ഞിട്ട് പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരിക്കും. ആ ചെരിവുകളൊക്കെ അവിടെ നേരെയാക്കാനും ഇത് നമ്മളെ സഹായിക്കും. കൂടാതെ തന്നെ നമ്മൾ സാധാരണ ഈ ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ MCQ ക്വസ്റ്റ്യൻസുകൾ. അത് നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ചിലപ്പോൾ 1 എഴുതും, 2 എഴുതും, 3 എഴുതും, പിന്നെ നമുക്ക് അറിയുന്നുണ്ടാവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 17ാമത്തെ 18ാമത്തെ എസ് എഴുതിയതിന് ശേഷമായിരിക്കും വീണ്ടും ഇവിടേക്ക് വന്നിട്ട് 4ാമത്തെ മാത്രം എഴുതുക. അപ്പോൾ അതിനിടയിൽ എന്ത് ചെയ്യും, ആ 1 നമ്മളുടെ കാണൂല, ആ 4ാമത്തേൻ്റെ ഉത്തരം അവിടെ നമ്മൾ ടീച്ചേഴ്സ് കാണൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പേപ്പറൊക്കെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ ശേഷം ടീച്ചറോട് പറയും, ടീച്ചറെ ഇത് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും. ടീച്ചർ ഇത് ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ കണ്ടില്ല എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ സീക്വൻസുകൾ നമുക്ക് വരാനുള്ളതാണ്. സോ അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഈ ലൈനുകൾ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പർ വൃത്തിയുള്ളതായിട്ടും ഓരോരോ ഉത്തരങ്ങൾ വേഗം തന്നെ ടീച്ചറിന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്. സോ അതിനെയും നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ അണ്ടർലൈനുകളൊക്കെ വരച്ചിട്ട് ഭംഗിയിൽ എഴുതിയേക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. ഇനി നെക്സ്റ്റ് കാര്യം, കൂൾ ഓഫ് ടൈമിൻ്റെ കാര്യം പറഞ്ഞു, എക്സാം എഴുതുന്ന പാറ്റേൺ പറഞ്ഞു. പിന്നെ അത് നമ്മൾ ഇപ്പോൾ ഏറ്റവും അറിയാവുന്ന ഇതായി എഴുതിയത്. ഈ അറിയാവുന്നത് എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ, അറിയാത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് 2 or 3 പ്രാവശ്യം വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ കിട്ടും. ആ ചോദ്യം സമാധാനത്തിൽ വായിക്കണം എന്നുള്ളതാണ്. സമാധാനത്തിൽ വായിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഉത്തരങ്ങൾ എഴുതിയതിൽ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ആയാൽ മാത്രമേ സമാധാനത്തോടു കൂടി അവിടെ വായിക്കാൻ പറ്റുള്ളൂ. അത് ഏറ്റവും അവസാനത്തേക്ക് നിങ്ങൾ വായിച്ചു എന്നിട്ട് ഉത്തരം എഴുതിക്കും. ഇനി ഏറ്റവും അവസാനത്തെ കാര്യം, ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനത്തെ 5 മിനിറ്റാണ് ഞാൻ ആക്ച്വലി പറയാറുള്ളത് ഇറ്റ്സ് എ ഗോൾഡൻ ടൈം എന്ന് പറയാം. നമ്മളെന്താ അവസാനത്തെ 5 മിനിറ്റ് ചെയ്യാറുള്ളത്? നമ്മൾ എന്താണോ നമുക്കറിയുന്നത് എല്ലാം കൂടെ വലിച്ചു വാരി എഴുതുന്ന സമയമായിരിക്കും. പശുവിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മളെപ്പോഴും തമാശ പറയുന്നത് പോരാ. പശുവിനെ കുറിച്ച് ചോദിച്ചാൽ പശുവിനെ കെട്ടുന്നത് തെങ്ങുമലാണ്, തെങ്ങിൽ തേങ്ങയുണ്ട്, തേങ്ങയിൽ ഇളയത് ഇളനീരാണ്, ഇളനീരെ ജ്യൂസ് കുടിക്കാൻ നല്ല രസമാണ്, ഇളനീരുടെ ജ്യൂസിൽ ഏലക്ക ഇടും, ഏലക്കയിട്ട ചായ കുടിക്കാൻ നല്ല രസമാണ്, ചായപ്പൊടി നല്ലത് മൂന്നാറിൽ കിട്ടും, മൂന്നാറിൽ നല്ല തണുപ്പാണെന്നായിരിക്കും എഴുതി വെക്കുന്നുണ്ടായിരിക്കുക. എന്താണോ അവിടുന്ന് ഒരു വേർഡ് കിട്ടുന്നത് അതിൽ അങ്ങോട്ട് തുടങ്ങിയതായിരിക്കും. അവിടുന്ന് നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് എത്രയാണ്? മാക്സിമം 1/2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കല്ലേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് അവിടെ അവസാനത്തെ 5 മിനിറ്റിൽ ടീച്ചേഴ്സ് പേപ്പർ ടൈ ചെയ്തോ എന്ന് പറയുന്ന മൊമെൻറ്റിൽ നിങ്ങളുടെ എഴുത്തുകൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തേക്കണം. എന്നിട്ട് വേഗം തന്നെ നിങ്ങളുടെ നിന്നു അഡീഷണൽ ഷീറ്റിൻ്റെ നമ്പേഴ്സുകൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ടൈ ചെയ്യുന്നു. ടൈ ചെയ്ത ശേഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്പേഴ്സുകൾ ഇട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ 1 എടുക്കുന്നു, ആൻസർ ഷീറ്റിൽ 1 ഉണ്ടോ നോക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 നോക്കുന്നു, ആൻസർ ഷീറ്റിൽ 2. അങ്ങനെ നോക്കണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ടിക്കുകൾ ഇട്ടിട്ടുണ്ട്, നമ്മൾ ഓരോന്നും എഴുതുന്നതിനനുസരിച്ച് ടിക്ക് അതിന് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ടിക്കുകൾ ഉണ്ട് നോക്കാം. അത് ആൻസർ പേപ്പറുകളിലും അത്ര എണ്ണം നമ്പേഴ്സ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. ഇനി അഥവാ നിങ്ങളുടെ ഒരു ഈക്വൽ ആവുന്നില്ല, ഏതിൻ്റെയൊക്കെയോ ക്വസ്റ്റ്യൻ നമ്പറുകൾ മിസ്സായിട്ടുണ്ട് എന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം തിരഞ്ഞു നോക്കേണ്ടത് എവിടെയാണെന്നറിയോ? ഒന്ന് മാച്ച് ദ ഫോളോയിങ്ങിലാണ്. കാരണം ആ ടേബിളൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തു, ആ തിരക്ക് പിടിക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മേ ബി അവിടെ ക്വസ്റ്റ്യൻ നമ്പർ വിട്ടുപോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നന്നായിട്ട് അറിയാവുന്ന എസ്സേ ക്വസ്റ്റ്യന് നിങ്ങൾ എന്ത് ചെയ്യും, ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് അങ്ങോട്ട് തുടങ്ങിയായിരിക്കും. കാരണം ആദ്യമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയിൽ അങ്ങോട്ട് തുടങ്ങിയതായിരിക്കും. അതിൻ്റെ ആയിരിക്കും നിങ്ങളുടെ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. സോ ഏറ്റവും അവസാനത്തെ 5 മിനിറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് മാർക്ക് കിട്ടാൻ പോകുന്ന 8 or 10 മാർക്കായിരിക്കും അവിടെ മിസ്സാവുക. മറ്റേത് നിങ്ങൾക്ക് എത്ര കിട്ടുക, 1 മാർക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു സമയവും നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞ ശേഷം ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. അണ്ടർലൈൻ ചെയ്യാനുള്ള പോയിന്റ്സുകൾ നിങ്ങൾക്ക് ഷുവർ ആണെങ്കിലുള്ള കാര്യങ്ങൾ മാത്രം അണ്ടർലൈൻ ചെയ്യാം. ഡൗട്ടായിട്ട് ഇപ്പോൾ നമ്മുടെ സോഷ്യലിൽ തന്നെ നമ്മൾ പറയാം, പേസ്ട്രിയിൽ 1 വർഷം നിങ്ങൾ എഴുതിയിട്ടുണ്ട്, അതൊരു ഡൗട്ടാണ്, അതന്നെയാണോ അല്ലയോ, അതിൽ കൊണ്ടുപോയിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ട. എന്നാൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് അറിയാവുന്ന ഡേറ്റ് ആണ്, ധൈര്യമായിട്ട് അണ്ടർലൈൻ ചെയ്തു. അങ്ങനെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചേക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാവുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതൂലടാ. ഈ ക്രിസ്മസ് എക്സാം നമുക്ക് അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് വേണം മെയിൻ എക്സാമിനേഷൻ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ. ഓൾ ദ ബെസ്റ്റ് മൈ ഡിയേഴ്സ്.